പുറമേ നിന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പുഴുവിനെ കിട്ടിയെന്നൊക്കെ തന്നെ സാധാരണ കാണുന്ന കേൾക്കാറുള്ള വാർത്തയാണ്. എന്നാൽ തുടർച്ചയായി ഒരു സ്ഥലത്ത് നിന്ന് പുഴുവിനെ ലഭിച്ചാൽ എന്ത് ചെയ്യും? കോഴിക്കോട് കാരപ്പറമ്പിലെ ഹോമിയോ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലെ ക്യാൻറ്റീനിൽ നിന്നാണ് തുടർച്ചയായിട്ട് പുഴുവിനെ ലഭിക്കുന്നത്. പുഴുവിനെ മാത്രമല്ല പാറ്റനെ കിട്ടുന്നുണ്ട്, ഈച്ചനെ കിട്ടുന്നു. എന്തൊക്കെ കിട്ടിയതവർ? ഞങ്ങൾക്ക് ഇന്നേ വരെ ചിലന്തീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതേപോലെ മുട്ടത്തോട്, പുഴു, ഈച്ച, പിന്നെ ഉച്ചിൻ്റെ ക്യാൻറ്റീൻ ഉച്ചാണ്. ബാക്കിയുള്ളതെല്ലാം മെസ്സിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരുന്നത്. അതായത് ഹോസ്റ്റലിൽ അവർ കുക്ക് ചെയ്യുന്ന ഫുഡാണ്, ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് തന്നെയാണ്. അതിൽ നിന്ന് ഇങ്ങനെയുള്ള പലതും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴുകുന്ന സ്ക്രബില്ലേ, അതിൻ്റെ ബാക്കി വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിലാണ് ലാസ്റ്റ് കിട്ടിയത്. ഏതാഹാരത്തിൽ നിന്ന് കിട്ടിയത്? ചോറിൽ നിന്ന് ബിരിയാണി റൈസിൽ നിന്നാണ് കിട്ടിയത്. അപ്പം ബിരിയാണിയുടെ ബാക്കി വന്നെയാണ് രാത്രിയിൽ തൊട്ട് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡിലല്ലായിരുന്നു അപ്പോൾ ആക്ച്വലി പുഴു. അത് രാത്രിയിൽ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടി. എട്ടുകാലിയും പാറ്റ ഈച്ചയൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇത് തന്നെ ചോറ് ഫുഡ് ഓരോരോ ഫുഡിൽ നിന്നായിട്ട് കിട്ടുക. അതേപോലെ ചിക്കൻ നേരെ ക്ലീൻ ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചോര വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ വേവിക്കാതെ തരുന്നതാണോ? വേവിക്കാതെ പറഞ്ഞാൽ ലൈക്ക് ഫ്രൈ ചെയ്താണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ചിക്കൻ്റെ ഉള്ളിൽ ചോര അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. നേരെ പരാതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴൊക്കെ കിട്ടുമ്പോൾ ഒക്കെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അതിനെതിരെ ഒരു സ്റ്റെപ്പ് അവർ എടുക്കുന്നില്ലായിരുന്നു. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ ഭക്ഷണത്തിൻ്റെ പൈസ ഞങ്ങൾ കുറച്ച് തരാം, ഇനി ഇതുണ്ടാവില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പുഴുവിനെ കിട്ടിയ ഭക്ഷണത്തിൻ്റെ പൈസ കുറച്ച് തരാമെന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത്. ഫീസ് കൊടുക്കുന്നത് ഹോസ്റ്റലിൽ ഞങ്ങൾ 2500 ആ ഒരു റേഞ്ചിലാണ്. വ്യത്യാസമുണ്ട്. ഏകദേശം 2500-3000 റേഞ്ചിലാണ് ഫീസ് വരുന്നത്. പുഴുവിനെ പാറ്റനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആഹാരത്തിന് പൈസ കുറച്ച് തരാന്നല്ലാണ്ട് വേറെ ഒരു സ്റ്റെപ്പ് അവർ പറയുന്നില്ല. എപ്പോഴൊക്കെ ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അവർ പറയുന്നതെന്ന് വെച്ചാൽ പൈസ കുറച്ച് തരാം, ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷേ കൂടെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒട്ടും വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഫുഡ് ഉണ്ടാക്കണത്. എലിയൊക്കെ ഓടി കിടന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ ചോര കിട്ടാറുണ്ട്. എലിയും പെരിച്ചാഴിയൊക്കെ ഓടി നടക്കുന്നുണ്ട്. രാത്രിയൊക്കെ കഥ അടച്ചിടാൻ പറയും. കാരണം എലിയും പെരിച്ചാഴിയൊക്കെ ഓടി നടക്കുന്ന കാരണം റൂമിലോട്ട് വരാതിരിക്കാൻ കഥ അടച്ചിടാൻ പറയും. കിച്ചണിലൊക്കെ സ്ഥിരം എലി ഇങ്ങനെ ഓടി നടക്കാറുണ്ടായിരുന്നു. പൂച്ച ഉണ്ടായിരുന്നു. എനിക്കായിരുന്നു ഇപ്പോൾ ഇന്നലെ ലാസ്റ്റ് ആയിട്ട് പുഴുവിനെ കിട്ടിയത് ചോറിന്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇവിടെ വിളിച്ചിട്ട് ഇവിടുത്തെ മെസ്സത്തെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞു ഇവിടെ ഹോസ്റ്റലിൽ മെയിൻറ്റെയിൻ വർക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലാണ്ട് ഒന്നും ഇതിനൊരു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ കേസ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോ, കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ചെയ്തോ എന്നാണ് അങ്ങനെ ഒരു ഇതാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നം വന്നായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഞാൻ വേറൊന്നും കഴിച്ചിട്ടും ഇല്ല. അപ്പോൾ എനിക്ക് ഛർദിലായിരുന്നു. ഇന്നലെ രാവിലെ വരെ ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി. ഏതായാലും കുട്ടികൾ പ്രതിഷേധത്തിലാണ്. നമുക്ക് മുന്നിലേക്ക് വന്ന് പ്രതികരിക്കാൻ വരെ മടിയുണ്ടായിരുന്നു. കാരണം ഈ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നടപടി ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്ക് പേടിയുണ്ടായിരുന്നു. ഏതായാലും ധൈര്യപൂർവ്വം 1ാം വർഷ വിദ്യാർത്ഥികളാണ്. അവർ പുറത്തേക്ക് വന്ന് പ്രതികരിച്ചിരിക്കുകയാണ്. ഹോസ്റ്റൽ വാർഡൻ പറയുന്നത് കിച്ചൺ നവീകരിക്കാൻ പോവുകയാണ്. പുഴുവിനെ കിട്ടിയെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കിച്ചൺ നവീകരിക്കും, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭംഗിയായി അടച്ചു പൂട്ടി സൂക്ഷിക്കുമെന്നാണ് ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് എല്ലാ തവണയും പറയുന്നതാണ്, പക്ഷേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ.